കുതിരകളെക്കുറിച്ചുള്ള 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അതിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്, അതായത് ഫസ്റ്റ് സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കും. റോഡിൽ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ കണ്ടിട്ടുള്ള ചില ആളുകളൊക്കെ റോഡിലൂടെ കൊണ്ടുപോകുന്നത്. കുതിരയെ റോഡിൽ ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ആ കുതിരയോട് കാണിക്കുന്ന ഒരു അനാദരവാണ് കുതിരയെ റോഡിൽ ഓടിക്കുന്നത്. കാരണം കുതിര ഓടുന്നത് ശരിക്കും മണ്ണിൽ അല്ലെങ്കിൽ പുൽത്തകിടിയിലൊക്കെ ഓടാനുള്ള സാധനം. കാരണം അതിൻ്റെ കുളമ്പ്, അത് ഞാൻ പറഞ്ഞല്ലോ, കുളമ്പിനകത്തുള്ള സെൻസിറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ റോഡിൽ ഓടുന്നത് കൊണ്ട് അതിൻ്റെ പാഴ്സിന് എല്ലാത്തിനും ക്ഷതങ്ങൾ സംഭവിക്കും. ചെറിയ തോതിൽ ഒരു വാക്കോ ചെറിയൊരു ത്രോട്ടിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നേരത്തെ വളരെ ഫാസ്റ്റായിട്ട് 40 മൈൽ സ്പീഡ് 50 മൈൽ സ്പീഡിലൊക്കെ ഓട്ടിക്കുക എന്ന് പറയുന്നത് ആ കുതിരയുടെ കാണിക്കുന്ന ഏറ്റവും വലിയ ചെറ്റത്തരം നമ്മൾ കാണിക്കുന്നത്. അത് ആൾക്കാരെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ഒരിക്കലും അറിവുള്ള ഒരുത്തൻ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാൾ അത് ചെയ്യില്ല. നമ്മളെ സമൂഹത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ഓട്ടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെ, റോഡിൽ കാണിക്കുന്ന കൂടുതലും ഷോ കാണിക്കുക. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ഞാൻ കുതിര റോഡിൽ ഓട്ടിക്കാറില്ല, എൻ്റെ കുതിര റോഡിൽ ഞാൻ ഇറക്കാറുമില്ല. വല്ല പരിപാടിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കിയേ പറ്റൂ. അതൊന്നും വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ റോഡിൽ പരിപാടിക്ക് കൊണ്ടുപോയാലും നമ്മൾ റോഡിൽ ഓട്ടിക്കാറില്ല. കുതിര നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു സ്പീഡിൽ വേണമെങ്കിൽ നമുക്ക് പോവാം. പിന്നെ രണ്ടാമത്, ഈ കുതിര എന്ന് പറയുന്ന സാധനം മറ്റുള്ള വാഹനങ്ങൾ പോലെ സഡൻ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്ക് എടുത്ത് ചാടി വണ്ടി പോവുകയാണ്, ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിരങ്ങിയെങ്കിലും അവിടെ നിൽക്കും, അല്ലെങ്കിൽ അവനെ തട്ടിയില്ലെന്നും പറഞ്ഞെങ്കിലും നിൽക്കും. പക്ഷേ ഈ കുതിരയ്ക്ക് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിങ്ങിൽ നിൽക്കണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കണമെന്നില്ല. അത് കുറച്ച് മൂവായിട്ടേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ചെന്ന് വണ്ടിയിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർ ദേഹത്തിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ. നമ്മൾ കുതിര ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ബെൻസ് പോയാലും അതിനെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മൾ കുതിരപ്പുറത്ത് ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം. രണ്ടാമത്, സൈഡിൽ നിന്ന് കാണുന്നൊരു കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഓട്ടിച്ച് പോകുന്ന കുതിരയുടെ തൊട്ട് ബാക്കിൽ ചെന്ന് ഹോൺ അടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കയറി ഓവർടേക്ക് ചെയ്ത് വേലകൾ കാണിക്കുക, വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് കുതിരയെ ഒന്ന് പേടിക്കും. രണ്ടാമത്, നമ്മൾ ആ വണ്ടിയിൽ തട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പിടിക്കും, കുതിര നിൽക്കും. ചില സമയത്ത് കുതിര ഒന്ന് വരണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ നിന്ന് കുതിര പോയാൽ അവിടെ വലിയൊരു ആക്സിഡന്റ് ആണ് സംഭവിക്കുന്നത്. ഡെത്ത് വരെ സംഭവിക്കും. ഓട്ടിക്കുന്ന ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കുതിര ഓടിക്കുന്ന ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് വീണ് കഴിഞ്ഞാൽ. ഓട്ടിച്ചെന്ന് തലയടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കഥയുണ്ട്. അല്ലെങ്കിൽ ഒരു 2 അടി പൊക്കത്തുനിന്നല്ലേ നമ്മൾ വീഴുന്നത്. അതും ഇരുന്നങ്ങ് വീഴല്ലല്ലോ ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് വീഴല്ലേ ചെയ്യുന്നത്. രണ്ടാമത്, നമ്മൾ കുതിരയെ കൊണ്ടുപോയി വേറൊരു വാഹനത്തിൽ ഒരു ബൈക്കാരനെ അടിച്ച് അവൻ തട്ടി വീണ് വേറൊരു വണ്ടിക്കാർ മരിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറഞ്ഞാൽ കുതിരക്കാരൻ്റെ കയ്യിലേ തെറ്റ് വരും. അതെ. പക്ഷെ അതൊരു കേസാക്കാനുള്ള രീതിയിലേക്കൊക്കെ പറ്റുമോ? നോർമൽ കേസിൽ അതൊരു കേസാവുമോ? കേസാവും. കുതിരയെ റോഡിൽ ഓട്ടിക്കാൻ പാടില്ല, ഇന്ത്യൻ നിരത്തുകളിൽ ഓട്ടിക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു നിയമം കിടപ്പുണ്ട്. രണ്ടാമത്, ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് തെറ്റില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? ഓട്ടിക്കാൻ പാടില്ല. ഓട്ടിക്കാൻ റേസ് കോഴ്സ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഗ്രൗണ്ട്സിൽ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ആരും ഇഷ്യൂസുകൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഈ റോഡിൽ ഓടുന്നതൊന്നും കുഴപ്പമില്ലാതെ പോകുന്നത്. നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മൊത്തം കുതിരക്കാരെ ഇത് ബാധിക്കും. അപ്പോൾ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം പണ്ട് ആനക്കാർ ഇവിടെ ഭയങ്കര മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ആനയെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആനകൾ തെറ്റുന്നു, ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു, ആനപ്പാപ്പന്മാരെ കൊല്ലുന്നു, ഉത്സവ സ്ഥലങ്ങളിൽ നിന്ന് ആന ഇടയുന്നു. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ആനയുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് സർക്കാർ ഓർഡർ എടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ വേറെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യ സർക്കാരാണ് എടുത്തിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ അല്ല, ഇന്ത്യ സർക്കാരിൻ്റെ ഓർഡറാണ്. ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മേടിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് മേടിച്ച് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, ബീഹാറിൽ നിന്ന് മേടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു നിയമം അവർ കൊണ്ടുവന്നതുകൊണ്ട് അതിന് കേരളത്തിൽ നിൽക്കുന്ന ആനകളെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റില്ല. പെണ്ണാന ഉണ്ടെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്ത് കുട്ടിയെടുക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഇപ്പം നിലവിലുള്ള ആനകളെ സംരക്ഷിച്ച് പോവുക എന്നുള്ളത് മാത്രമേ കേരളത്തിൽ ഇപ്പോൾ ആ നിയമം, കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ ആ നിയമം വന്നിരിക്കുന്നു. ചോദിക്കട്ടെ, കുതിരകളുടെ കാര്യത്തിലാകുമ്പോൾ ബ്രീഡ് ചെയ്യിക്കാവോ? ബ്രീഡിംഗ് എന്ന രീതിയിലേക്ക് ആളുകൾ ഇതിൽ ചെയ്യാറുണ്ടോ?
അത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കൂടുതലും പൊതുവേ കണ്ടുവന്നിരുന്നത് മെയിൽ ഹോഴ്സുകളെയാണ് കൂടുതൽ വളർത്തിയിരുന്നത്. മെയിൽ ഹോഴ്സ് ആകുമ്പോൾ കാണാൻ നല്ല ലുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിലർക്ക് കുട്ടി വേണമെന്നുള്ള ആഗ്രഹം വരുമ്പോഴത്തേക്ക് ഫീമെയിലിനെ വാങ്ങി അവരിൽ മെയിലുണ്ടെങ്കിൽ അതിനെ കൊണ്ട് മേറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. 15 രൂപ, 20 രൂപ, 25 രൂപ, നല്ല കുതിര 50 രൂപയൊക്കെ മേടിച്ചവരൊക്കെ സ്റ്റഡിങ് ഉണ്ട്, ചെയ്ത് കുട്ടികളെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ കേരളത്തിലായല്ലോ. ഡെലിവറി ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണ് ഇവരുടെ ഡെലിവറി ഇന്ന് വരെയൊന്നും അങ്ങനെ വലിയൊരു കോംപ്ലിക്കേറ്റർ ഒന്നും വന്നിട്ടില്ല. ഇത് ഡെലിവറിക്ക് മുമ്പാണ് കൂടുതലും അബോട്ടായി പോവുക, അല്ലെങ്കിൽ കുട്ടി വയറ്റി കിടന്ന് മരിച്ചു പോകുക എന്നുള്ള ഒരു പ്രതീതിയെ കണ്ടിട്ടുണ്ട്. അതായത് അത് നമ്മൾ കെയർ ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെയറിങ്ങിൻ്റെ ഒരു അപാകത കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ഒരു വലിയ ഡെലിവറി ഒന്നും വിഷയമൊന്നുമില്ല. ഇപ്പം ഇവിടെ അടുത്ത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുതിര ബ്രീഡായി പ്രസവിച്ചു. ബ്രീഡായി വന്നതായിരുന്നു, അവരറിയാതെ മേടിച്ചതാണ്. പക്ഷെ ഇവിടെ വന്ന് സംഭവം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് പ്രസവിച്ചു. കുട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. കുട്ടിക്ക് ഇപ്പോൾ ഒരു 5-8 മാസമായി. അത്യാവശ്യം ഓടിക്കടി നടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ഫ്രഷ് ഹാൻഡായിരുന്നു. അവർക്ക് മുൻപരിചയമൊന്നും ഇല്ലായിരുന്നു കുതിരയിൽ. എന്നിട്ടും കിട്ടി അവർക്ക്. അപ്പോൾ അവരെ കെയറിങ് കൊള്ളായിരുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഫ്രഷ് ഹാൻഡായിരുന്നു. പിന്നെ മെയിൽ ഹോഴ്സാണ് എപ്പോഴും കാണാൻ ഗ്ലാമർ കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ബ്രീഡുകൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ ബ്രീഡുകൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാം. ഇന്ത്യൻ ബ്രീഡിലെ ടോപ്പ് നിൽക്കുന്നത് മാരുവാരിയാണ്. മാരുവാരി എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേൾഡിൽ തന്നെ 10 കുതിരകൾ എടുത്തു കഴിഞ്ഞാൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മാരുവാരി. പിന്നെ കാത്യവാർ, കാത്യവാർ എന്നൊക്കെ അവൻ പറയും. ചിലർ തമിഴന്മാർ കത്യവാരി എന്നും പറയും. ശരിക്കും മാർവാരി, കത്യവാർ ശരിക്കും അതാണ്. പിന്നീട് നമുക്ക് വരുന്നത് സിന്ധി കുതിരകൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ തനതായ ബ്രീഡാണ്, പക്ഷേ വിരളമാണ്, ഒത്തിരിയൊന്നുമില്ല, കുറവാണ്. പിന്നെ മിക്സ് ബ്രീഡുകളാണ് കൂടുതലും. പിന്നെ മണിപ്പൂരി വരുന്നുണ്ട്. പിന്നെ ഷോർട്ടായിട്ടുള്ള പോണി ടൈപ്പ് ഇന്ത്യൻ പോണിയുണ്ട്. ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ പോണി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പോണിയെയും അതുപോലെ തന്നെ അറേബ്യൻ ഹോഴ്സിനെയും കൂടെ മിക്സ് ചെയ്ത് കുറേ വർഷങ്ങളുടെ ഗവേഷണ ഫലമായിട്ടാണ് മാരുവാരി ഉണ്ടാക്കി ഉത്ഭവിച്ചതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്കൊന്നും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനും പഞ്ചാബിലും രാജസ്ഥാനിലാണ് ഇതിൻ്റെ ഉത്ഭവം. മാർവാരിയുടെ ഉത്ഭവം രാജസ്ഥാനിലാണ്. പക്ഷെ പഞ്ചാബികളാണ് ഇത് കൂടുതലും ചെയ്തതെന്ന് അവരവകാശപ്പെടുന്നത്. ആരെ കയ്യിലാണെന്നുള്ളത് പണ്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രമേ അറിയാൻ കഴിയൂ. നമ്മളെ കയ്യിലുള്ള കുതിരകളെ കുറിച്ച് പറഞ്ഞാൽ ഇവ എന്തൊക്കെയാണെന്ന് പറയാമോ? ഏതാണ് എൻ്റെ കയ്യിലുള്ളത്? അതെ, എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒന്ന് സിന്ധി ബ്രീഡാണ്. അപ്പോൾ പ്യുവർ സിന്ധി ഒന്നും പറയാൻ പറ്റില്ല, കാരണം എവിടെയെങ്കിലുമൊക്കെ മിക്സ് കയറിയിട്ടുണ്ടാവും. എന്നാലും ഒരു 80% കൂടുതൽ സിന്ധി തന്നെ ഉറപ്പിക്കാം നമുക്ക്. ഒരെണ്ണം നിൽക്കുന്നത് കത്യവാരി നൊക്ര. വൈറ്റ് കുതിരകളെ പൊതുവേ പറയുന്ന പേരാണ് നൊക്ര. വൈറ്റ് കുതിരകളുടെ പൊതുവെയുള്ള പേരാണ്. അതിപ്പോൾ ഏത് ബ്രീഡിൽ വന്നാലും അതിനെ നൊക്ര എന്ന് അറിയുന്നു. ആ നൊക്രയിൽ തന്നെ സ്പോട്ട് ഉള്ളത് കൊണ്ട് സ്പോട്ട് ഇല്ലാത്ത പ്യുവർ നൊക്ര, അതായത് പാൽ നൊക്ര എന്നൊക്കെ തമിഴന്മാർ പറഞ്ഞാൽ പാൽ നൊക്രയാണ്. ഒരെണ്ണം എൻ്റെ നിൽക്കുന്ന പാൽ നൊക്രയാണ്. അവൻ കത്യവാരിയിൽ പെട്ടതാണ്. അതിന് സ്പോട്ടൊന്നുമില്ല. മറ്റേത് സിന്ധിയിലുള്ളതിൽ സ്പോട്ടുണ്ട്, അത് സിന്ധിയാണ്. നമ്മൾ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈവന്റ് പരിപാടികളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദൂരെയൊക്കെ പോയി ചെയ്യാം? കേരളത്തിൽ ഇവിടുന്ന് മലപ്പുറം വരെ പോയി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ, എത്ര മണിക്കൂർ എന്നുള്ള രീതിയിലായിരിക്കും? നൈറ്റ് നമ്മൾ ഓടി പോകത്തേ ഉള്ളൂ. നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ യാത്രക്കാരെ ശല്യങ്ങളില്ല, ഫോട്ടോ എടുപ്പില്ല, നൈറ്റ് സുഖമാണ്. പിന്നെ ഇവരൊക്കെ കൂടുതൽ ഓടിപ്പോവുക എന്ന് ഉദ്ദേശിച്ചത് വണ്ടിക്കായിരിക്കും കൊണ്ട്, അല്ല ഓട്ടിച്ച് ഇത്രയും ദൂരം കൊണ്ട്. ഞാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും ഞാൻ വണ്ടിക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളെ നിൽക്കുന്നത് ഒരു റോയൽ ഫീഡാണ്, റോയൽ ബ്രീഡാണ്. അതിനെ നമ്മൾ നോക്കുന്നത് ആ രീതിയിൽ നോക്കണം. നമുക്കിവിടുന്ന് 5 കിലോമീറ്റർ കഴിഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ രാവിലെ സീറ്റും കെട്ടി വെച്ച് റോട്ടെ അങ്ങ് ഓട്ടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് പരിപാടി എടുക്കുന്നത് നമുക്കൊരു ശോഭനീയമല്ല. അപ്പൊ അവര് ആ കുതിര ആ ലാഘവത്തിലേ കാണും. നമ്മൾ അതിനെ കൊണ്ടുപോകുന്ന ആ ഒരു അടച്ചുമൂടിയ വണ്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പിക്കപ്പ് വാനിലോ കൊണ്ടുവന്ന് കുളിപ്പിച്ചൊരുക്കിയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ പശു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പശു പോത്തിനെ പോലെ അല്ല ഈ ബ്രീഡെന്ന് വെച്ചാൽ റോയൽ ബ്രീഡുകളാണ്. അതായത് ആന, കുതിര, ഒട്ടകം. അപ്പം അവരെ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യുന്നതാണ് നല്ലത്. ആ കുതിരയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മൃഗത്തിനൊരു വാല്യൂ ഉണ്ട്.
അതെ. അത് നമ്മൾ കളഞ്ഞു കുടിക്കുന്നു. എന്തൊക്കെ ചാർജ് ഒക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പോൾ മണിക്കൂർ വെച്ച് ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പ്രോഗ്രാമിനൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് പറയാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം തരുന്ന ലൊക്കേഷൻ എവിടെയാണെന്നല്ല, നമുക്ക് ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ അത് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കുതിര വൈറ്റ് കുതിര 10 രൂപയാണ്. 10 രൂപയാണ് ഒരു ദിവസമാണോ? ഒരു ദിവസം ഒരു പരിപാടി, ഒരു പ്രോഗ്രാം. അതിപ്പോൾ ഒരു മണിക്കൂറിൽ തീരുന്നതാവാം, ചിലവ് വൈകുന്നേരം വരെ ഉണ്ടാവാം. വൈകുന്നേരം വരെ ഉണ്ടാകുന്നിടത്ത് രാവിലെ നമ്മൾ പരിപാടി തുടങ്ങുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിക്കാണ് ഞാൻ പറയുന്നത്. 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ 12 മണിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3:30 മണിക്ക് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7-7:30 മണി ആ ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം രാവിലെ ഫീഡിങ് ടൈം, അത് കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ഈ ഉച്ചയ്ക്ക് ചൂട് കൂടിയ സമയത്ത് കുതിര റോട്ടിൽ പോലും ഇറക്കാൻ പാടില്ലെന്നൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ട്. ആനിമൽ വെൽഫെയർ ബോർഡിലൊക്കെ ചെന്ന് ഏവനെങ്കിലും ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ പെറ്റെന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അവർ കേരളത്തിൽ അത്ര സജീവമല്ല, എന്നാലും പെറ്റിൻ്റെ ആൾക്കാർ കേരളത്തിനകത്തും ഉണ്ട്. അവരൊക്കെ വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ തലവേദന കേസുകൾ ഉണ്ടാക്കുക അതിൽ. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചാകുമ്പോഴത്തേക്ക് ഒന്ന് ചൂണ്ടി കൊടുത്താൽ മതി, ബാക്കിയുള്ള എല്ലാം അവർ ചെയ്തോളൂ. ബാക്കിയെല്ലാം നമുക്ക് വൈരാഗ്യമൊന്നും ആൾക്കാർക്ക് നമ്മളോട് ഉണ്ടാകരുത് ഇതിനെയൊക്കെ വളർത്തുമെങ്കിൽ. നമ്മളെല്ലാം എന്തിനാണ് നമുക്ക് കിട്ടുന്ന തുച്ഛമായ ദിവസങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ വർഷങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ആരോടെ വൈരാഗ്യം കാണിച്ചിട്ട് എന്തുണ്ടാക്കാനാണ്? കുറേ കാശുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ വൈരാഗ്യങ്ങൾ വരിക. അതെ, സമ്പത്തിന് വേണ്ടിയേ വൈരാഗ്യം വരുള്ളൂ, അല്ലാതെ ആർക്കും വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത്? ഇപ്പോൾ ആണ്ട് കൊറോണ വന്നു. കോടീശ്വരനും പാവപ്പെട്ടവനും കുറേ പട്ടിണിയിലേക്ക് പോയി. കോടീശ്വരന്മാർ ടേൺ ഓവറില്ലെന്ന് പറഞ്ഞാൽ ആദ്യം അവന്മാർ നടക്കുക. അതെ അതെ. പാവപ്പെട്ടവൻ ടെൻഷൻ ഇല്ല, നാളത്തേക്കുള്ള അന്നം എങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവൻ നടക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ തുച്ഛമായ സമയത്ത് നമ്മൾ ആൾക്കാരുടെ വൈരാഗ്യം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിവതും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സൗമ്യമായി എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകും. നമുക്കിപ്പോൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ബേസിക് ഐഡിയ ഇത്രയും കാര്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, നമുക്ക് പറഞ്ഞല്ലോ, ഒരു ബിസിനസ്സായിട്ട് ഹോഴ്സിനെ കാണരുത്. ആ കുതിരയുടെ ക്രേസ് ഉണ്ടായെങ്കിൽ മാത്രം നമ്മൾ വാങ്ങുക. രണ്ടാമത് വാങ്ങിയാൽ പരിചരിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ഓക്കെ. മൂന്നാമത്, ഇതിനെപ്പറ്റി ചിലവാക്കുന്ന പൈസയെപ്പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുക. അതെ, നമ്മളെ മനസന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിത് വളർത്തുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് നല്ലൊരു എക്സസൈസാണ്. ബുദ്ധിവികാസത്തിന് കുട്ടികൾക്ക് വരെ നല്ല ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് മാത്രം നോക്കിക്കൊണ്ട് നടക്കുക. ചതികളിൽ പെടാതിരിക്കുക. കുറഞ്ഞ കുതിര ഇന്നടത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് അത് മേടിക്കാതിരിക്കുക. കുതിരയെ മേടിക്കുമ്പോൾ എപ്പോഴും ലൈവ് കണ്ടീഷൻ കണ്ട് നമുക്ക് സംതൃപ്തി ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രം വാങ്ങുക. മൂന്നാമത്, ഇടനിലക്കാരനെ വളരെയധികം വിശ്വാസമുള്ള ഇടനിലക്കാരിൽ നിന്നും വാങ്ങുക. പിന്നെ വാങ്ങുന്ന മുതൽ നമ്മുടേതാണ്. നമ്മൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക. റഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓട്ടിക്കാതിരിക്കുക, അതായത് മീൻസ് റോഡുകളിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഓട്ടിക്കാതിരിക്കുക. അതിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും ഭംഗം വരുന്ന ഒരു പരിപാടിയും ചെയ്യിപ്പിക്കാതിരിക്കുക. വളരെ സന്തോഷം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അസോസിയേഷനിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ഹോഴ്സ് ഓണേഴ്സിനും ഹോഴ്സ് ലവേഴ്സിനും നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക, എന്നെ വിളിച്ചാൽ മതി. അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടും കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും നമുക്ക് മെമ്പർഷിപ്പുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഹോഴ്സ് ലവേഴ്സ് ആൻഡ് ഓണേഴ്സ്, ലവേഴ്സിനും ഓണേഴ്സിനും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ജില്ലകളും ഇതിൻ്റെ ഓരോ ബേസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞ് ഓരോ ജില്ല ബേസ് ചെയ്തിട്ട് അവിടെ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കുതിരകൾക്ക് ഇപ്പോൾ നമ്മൾ ഫീഡ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹോഴ്സ്, ഹാർലി, മണ്ണുത്തി എന്ന് വരുന്ന പില്ലറ്റ്, അതുപോലെ തന്നെ നമ്മളെ ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കോതമ്പിൻ്റെ പില്ല്, കപ്പലണ്ടിയുടെ പില്ല്, കടലയുടെ പില്ല്, റാഗിയുടെ പില്ല്, ഈ മൂന്നും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള സാധനം നമുക്ക് 15 കിലോ 16 കിലോ പാക്കറ്റിലായിട്ട് വരുന്നുണ്ട്. അത് കുതിരയ്ക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണെന്ന് പറയുന്നു. ഡെലിവറി ചെയ്യുമോ ഇതൊക്കെ? ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ടു ട്രിവാൻഡ്രം വരെ നമുക്കിപ്പോൾ വണ്ടി ഓടുന്നുണ്ട്.
കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ NH-ഉം MC-ലും ആയിരിക്കും നമ്മൾ ചെയ്യുക. കാരണം ഇപ്പോൾ ഡെലിവറി ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NH-ന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ട് ഒരാളെ വീടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് 2 ചാക്ക് ഇറക്കിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വരുന്ന സമയം പറയുമ്പോൾ അവർ പറയുന്ന ഹൈവേയുടെ സൈഡ് എവിടെയാണോ അവിടെ കൊണ്ട് നിർത്തി അവർക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകാം. അത്തരത്തിൽ ഡെലിവറി വേണം. അതിലിപ്പോൾ ഹോം ഡെലിവറി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഡെലിവറി NH-ലും MC-ലും ഇപ്പോൾ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ ബേസിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആസ്ഥാനം ആയി കഴിയുമ്പോൾ ആ ആസ്ഥാനത്ത് നമ്മൾ എത്തിച്ചാൽ മതിയില്ല, അവിടെ നിന്ന് പിന്നെ വണ്ടി കളക്ട് ചെയ്ത് വിട്ടാൽ മതി. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുതിരയെ പറ്റിയിട്ടുള്ള സംശയങ്ങൾക്ക്, അതുപോലെ തന്നെ കുതിരയെ മേടിക്കുന്നവർക്ക്, ആക്സസറീസ് വേണ്ടവർക്ക്, ഫീഡ് വേണ്ടവർക്ക് എല്ലാം നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കും. അവരൊരു ചതിക്കുഴി പിടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കും. അതിപ്പോൾ കുതിര വാങ്ങാനാണെന്നുണ്ടെങ്കിൽ പല ഭാഗങ്ങളിലും നമ്മളെ പിള്ളേരുണ്ട്, അറിയാവുന്ന ആൾക്കാർ, അവരെ കോൺടാക്ട് ചെയ്ത് വിട്ടുതരും. അത് ഈ സൊസൈറ്റിയിൽ അംഗത്തുള്ളവർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല എല്ലാവർക്കും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അവർ വന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. കുതിരയെ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതിന് അവർ അതാത് സ്ഥലങ്ങളിൽ ഒരു 5000 രൂപയേറ്റവും ചിലപ്പോൾ നമ്മൾ വരുമായിരിക്കും കൊടുക്കേണ്ടി വരും. കാരണം മേടിക്കുന്ന ഒരു സന്തോഷത്തിനുള്ള പൈസ, അതായത് ബ്രോക്കർ കാശ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്ന പയ്യന് എന്തെങ്കിലും ചാപ്പാട്, ഈ പൈസ അവനുള്ളതല്ല, സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വാങ്ങുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? സർവീസുകളെല്ലാം ഫ്രീ ആയിരിക്കും. സൊസൈറ്റി ഞാൻ പറഞ്ഞില്ലേ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാരിറ്റിയിലേക്ക് നമുക്ക് എപ്പോഴും പിരിവിന് പോകാൻ പറ്റില്ല. ഈ സൊസൈറ്റിയിൽ ഫണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ചാരിറ്റിയൊക്കെ നടത്താൻ പറ്റൂ. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ചെറിയ ചാർജുകൾ ഈടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ നമ്മുടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പിന്? രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. എത്രയാണ്? ഹോഴ്സ് ഓണേഴ്സിന് നമുക്ക് 1000 രൂപയും ലവേഴ്സിന് 500 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. ഇത് ഇയർലി ആണോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് 2022, ഇപ്പോൾ 20 ആണ്, 2022 മാർച്ചിൽ പുതുക്കിയാൽ മതി. പിന്നെ ഇയർലി എല്ലാ വർഷവും മാർച്ചിന് മുമ്പായിട്ട് പുതുക്കണം. ഈ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതാണോ ഇതിന്റെ കാര്യങ്ങളെല്ലാം? അല്ല, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ഏതെങ്കിലും സെൻട്രൽ ഭാഗത്തോ, ഇപ്പോൾ തിരുവനന്തപുരത്തായി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു എറണാകുളം ഭാഗത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ് പാടം ഫ്രീ ആവുന്ന സമയത്ത് പാടത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഷോയും ഒരു മാർക്കറ്റ്, അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലെ അന്തിയൂർ ഒരു മാർക്കറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ കൊല്ലം ഇല്ലായിരുന്നു, ആഗസ്റ്റിലാണ് നടക്കുന്ന ഒരു ഉത്സവത്തിനോടനുബന്ധിച്ചാണ്. ഒരു 10,000 കുതിര അടുപ്പിച്ചൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം അത്രയൊന്നും വന്നില്ലെങ്കിലും അതുപോലെ ഒരു ഷോയും കാര്യങ്ങളും അവിടെ നിന്ന് ആൾക്കാർക്ക് മേടിക്കാനും വിൽക്കാനും ഉള്ള സൗകര്യമൊക്കെ കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ചെയ്യണമെന്നുള്ള ചിന്താഗതിയുണ്ട്. രണ്ടാമത് നമ്മൾ സ്പോർട്സ് കൗൺസിലുമായിട്ട് സംസാരിച്ചിട്ട് ഈ അസോസിയേഷൻ വഴി അല്ലെങ്കിൽ സൊസൈറ്റി വഴി സ്കൂൾ തലത്തിലേക്ക് ഒരു സ്പോർട്സ് ഇനമായിട്ട് തന്നെ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങും ജമ്പിങ്ങും കൊണ്ടുവരാനുള്ള ഒരു തന്ത്രപ്പാടം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും കോളേജുകളിലൊക്കെ ഉണ്ട്, ചില കോളേജുകളിലൊക്കെ ഏറെക്കുറെ കോളേജുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു അത്ലറ്റിക് ഇനമായിട്ട് അവർ മാറ്റിയിട്ടില്ല. ഞാൻ പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അത് അത്ലറ്റിക് ഇനമായിട്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്. ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ നടക്കും. സക്സസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് നടക്കും എന്ന് വിചാരിക്കും.